പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വിദ്യാഭ്യാസ വർഷം ജൂണിൽ ആരംഭിച്ചു, മാർച്ചിൽ അവസാനിക്കും. എല്ലാവരും അധ്വാനിച്ച് പഠിക്കുന്നതിന് പരിശ്രമിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ ഉറയ്ക്കുന്നു. പല പ്രമാണങ്ങളും ഇതിനു മുമ്പും വിജയത്തിന് ആവശ്യമായ അടിസ്ഥാന കാര്യങ്ങൾ ഞാൻ വിവരിച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ജീവിത മാതൃക കാട്ടിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് വിജയം നേടാനാവുക, വിജയത്തെ എങ്ങനെ നമുക്ക് നിർവചിക്കാം. അഭിരുചി അധികം അധ്വാനം സമം വിജയം. പഠനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ പഠനത്തിൽ വിജയിക്കണം. അതുപോലെ തന്നെ ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ കഴിയണം. എങ്ങനെ എന്ന ചോദ്യം, ജന്മസിദ്ധമായി ദൈവദത്തമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിരുചികളുണ്ട്, വാസനകളുണ്ട്. ഇംഗ്ലീഷിൽ ടാലൻസ് എന്ന് പറയും. എല്ലാവർക്കുമുണ്ട്. ആർക്കാണില്ലാത്തത്? ഏതു കുഞ്ഞിനും എത്ര മഠയനെന്ന് നമ്മൾ വിചാരിക്കുന്നയാൾക്കും ബുദ്ധിപരമായ വലിയ മികവുകൾ ഇല്ല എന്ന് തോന്നുമെങ്കിലും, പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും, ദൈവദത്തമായി അവരുടെ ജീവിതം വിജയകരമാക്കുന്നതിന് ചില സിദ്ധികളും ദൈവം തമ്പുരാൻ തന്നെ നൽകിയിട്ടുണ്ട്. ജന്മനാൽ തന്നെ അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ചിത്രരചനയ്ക്ക് ഉള്ള മികവ്, ഗാനം ആലപിക്കുന്നതിനുള്ള പ്രത്യേകമായ സവിശേഷത എന്നിങ്ങനെ പലതരത്തിലുള്ള പാഠ്യേതര വിഷയങ്ങളിൽ നന്നായി കളിക്കളത്തിൽ മികവ് കാണിക്കാൻ, അതുപോലെ തന്നെ അത്ലറ്റിക്സിൽ മത്സരങ്ങളിൽ വിജയിയാകാൻ, ഗെയിംസ് ആൻഡ് സ്പോർട്സ്, ആർട്സ്, ഇതിലെല്ലാം തന്നെ പാഠ്യേതര തലങ്ങളിൽ മികവ് കാണിക്കുവാൻ തീർച്ചയായും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് പല സിദ്ധികളും വാസനകളും അഭിരുചികളും തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ജീവിതം വിജയകരമായി തീരും. നമുക്ക് ആ ഒരു സമവാക്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും കുറിക്കണം. ദൈവം എനിക്ക് തന്നിരിക്കുന്ന വാസന എന്താണ്, താലന്ത് എന്താണ്, അത് കണ്ടെത്തുക. കഠിനാധ്വാനം കൊണ്ട്, വളരെ ചിട്ടയോടുകൂടിയുള്ള പരിശീലനം കൊണ്ട് അത് മികവുള്ളതാക്കി രൂപാന്തരപ്പെടുത്തുക. ജീവിതം സന്തോഷകരവും ആനന്ദകരവും അങ്ങനെ വിജയവുമായി തീരും, സംശയമൊന്നുമില്ല. ഒരു ജീവിത ഉദാഹരണം ഇവിടെ ചേർത്ത് വെക്കാം. നാം എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു വലിയ ഗ്രന്ഥകാരനുണ്ടല്ലോ, ഇംഗ്ലണ്ടിൽ 1812 ജനിച്ച ചാൾസ് ഡിക്കൻസ്. ചാൾസ് ഡിക്കൻസിൻ്റെ കഥകൾ, അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ ആസ്വദിക്കാത്ത കുഞ്ഞുങ്ങൾ ആരും തന്നെ ഉണ്ടാവില്ല. ഹൈസ്കൂൾ വരെയുള്ള പാഠ്യവിഷയങ്ങളിൽ തീർച്ചയായും ചാൾസ് ഡിക്കൻസിൻ്റെ ഏതെങ്കിലുമൊക്കെ സാഹിത്യരചന തീർച്ചയായിട്ടും നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു വലിയ സംഭാവന സാഹിത്യ ലോകത്ത് നൽകുവാൻ ചാൾസ് ഡിക്കൻസിന് എങ്ങനെ കഴിഞ്ഞു? നമ്മൾ അന്വേഷിച്ച് നോക്കണം. 1812 അദ്ദേഹം ജനിച്ചത്. 10-ാം വയസ്സിൽ അദ്ദേഹം പ്രായോഗികമായി നോക്കുമ്പോൾ അനാഥനായി. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കടക്കണിയിൽപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യം. ജോലി ചെയ്ത് തുടങ്ങാനുള്ള പ്രായമായില്ല. അതിനു മുമ്പ് തന്നെ ഒരു ഫാക്ടറിയിൽ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ പൊതിയുന്നതിൻ്റെ മുകളിലായി, അതിന് പുറത്തായി ലേബൽ ഒട്ടിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങനെ ഒന്നായിരുന്നു. ആദ്യം ലേബൽ ഒട്ടിക്കുന്ന ജോലി. താമസം വളരെ ദുഷ്കരമായിരുന്നു. താമസ സൗകര്യം, കിടക്കമുറി, അങ്ങനെയൊന്നും ഉണ്ടെന്ന് തന്നെ പറയാനാവില്ല. വളരെ ലളിതമായ ഭക്ഷണം, ജീവിത സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ. പക്ഷെ ഒന്നും വകവച്ചില്ല.
ആ ജോലിയിൽ അദ്ദേഹം വിശ്വസ്തനായി കഷ്ടപ്പെട്ട് കഠിനമായി അധ്വാനിച്ചു. അതുകൊണ്ട് 4ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാനായുള്ളൂ. പക്ഷേ അദ്ദേഹം ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. സാഹിത്യ ആസ്വാദനം, സാഹിത്യരചന. അത് തുടർന്നുകൊണ്ടേയിരുന്നു ഈ ചെറുപ്രായത്തിൽ തന്നെ. ഔപചാരികമായ ഫോർമലായിട്ടുള്ള വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള സാഹചര്യമില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ അത് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ അദ്ദേഹം പ്രത്യാശപ്പെടാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു. ആരും അറിയാതെ ചില പത്രാധിപന്മാർക്ക് അത് അയച്ചു കൊടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു പത്രാധിപർ ചാൾസ് ഡിക്കൻസിൻ്റെ രചനകളിൽ ആകൃഷ്ടനായി. അദ്ദേഹത്തിൻ്റെ വൈഭവത്തിൽ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തെ വിളിപ്പിച്ചു, ചെറു സമ്മാനം നൽകി. അങ്ങനെ എഴുതുവാൻ ചാൾസ് ഡിക്കൻസിനെ പ്രേരിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം എഴുതിയ കൃതികൾ ചിലതെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടാകും. എ ടെയിൽ ഓഫ് ടു സിറ്റീസ്, ഒലിവർ ട്വിസ്റ്റ്, ഡേവിഡ് കോപ്പർഫീൽഡ് എന്നിങ്ങനെ 10ലധികം കൃതികൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. 1970 58 വയസ്സിൽ 1870 58 വയസ്സിൽ അദ്ദേഹം നിര്യാതനായി. 58 വർഷം 19ാം നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടത്തിൽ 1812 മുതൽ 1870 വരെയുള്ള 58 വയസ്സുകാലം സാഹിത്യരചനയിൽ അദ്ദേഹം സ്വയം സമർപ്പിക്കുകയായിരുന്നു. ആ ജീവിതം എങ്ങനെയായിരുന്നു? ജന്മസിദ്ധമായ സാഹിത്യാഭിരുചി, കഠിനമായ അധ്വാനത്തിലൂടെ, സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നിട്ടും പൂർണ്ണ സമർപ്പണത്തോടെ, നിസ്തന്ദ്രമായ അധ്വാനത്തിലൂടെ വികസിപ്പിച്ചെടുത്ത് അദ്ദേഹം ഇന്ന് സാഹിത്യ ലോകത്ത് അനശ്വരനായി മാറുകയായി. കുഞ്ഞുങ്ങളെ, നമ്മളുടെ ജീവിതം നമുക്കെങ്ങനെ വിജയകരമാക്കി തീർക്കാം? പിൻതലമുറകൾ നമ്മെ ഓർത്ത് അനശ്വരൻ എന്ന് ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനകൾ ചെയ്ത ഒരു പ്രതിഭാധനൻ എന്ന നിലയിൽ അവർ ഓർക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്ന ചോദ്യത്തിന് ഇത് മാത്രമേ ഉത്തരമുള്ളൂ. ദൈവം തന്നിരിക്കുന്ന അഭിരുചികളെ കഠിനമായ അധ്വാനത്തിലൂടെ വിജയകരമാക്കാം എന്നുള്ള ചാൾസ് ഡിക്കൻസിനെ പോലെയുള്ള ആളുകളുടെ മാതൃകാ ജീവിതം വിജയകരമാക്കുവാൻ നമുക്ക് ഇങ്ങനെ ഒരു മാതൃക നമ്മളുടെ ജീവിതത്തിൽ സ്വീകാര്യമായി തീരണം. ഇത്തരം ധാരാളം ആളുകളെ നമുക്ക് ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ളവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ഏത് മേഖലയിലായാലും ചരിത്രം സൃഷ്ടിക്കുന്ന വ്യക്തികൾ, അങ്ങനെ ഒരാളായി നമുക്കും തീരുവാൻ ദൈവം നമ്മെ വിളിക്കുന്നില്ലേ? തീർച്ചയായും. കുഞ്ഞുങ്ങളെ, തമ്പുരാൻ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ.